നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, നാറിയവനെ ചുമന്നാൽ ചുമക്കുന്നവനും നാറും. ഇത് ചില ഇടങ്ങളിൽ ഭാഷാന്തരം വന്ന് മറ്റു ചില വാക്കുകളും ആദ്യവും അവസാനവും ഒക്കെ പ്രയോഗിച്ച് കേട്ടിട്ടുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ചുമന്ന് നടന്നവരൊക്കെ നാറി എന്ന് പരസ്യമായി വിളിച്ചു പറയുകയാണ് കോൺഗ്രസ് നേതാവ് MP-യുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ. രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രമല്ല ഉന്നം വയ്ക്കുന്നത്, കെ സുധാകരൻ മുതൽ തുടങ്ങുന്നുണ്ട്. കെ സുധാകരൻ ഈ രാജ്മോഹൻ ഉണ്ണിത്താന് ചിലപ്പോഴൊക്കെ പണി കൊടുത്തിട്ടുള്ള ആളാണ്. കെ സുധാകരന് ബോധമൊന്നുമില്ല, അയാൾ ഒരിക്കൽ പറയുന്നതല്ല പിന്നീട് പറയുന്നത്. അതുകൊണ്ടാണ് അയാളെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി കെ സുധാകരൻ പറഞ്ഞതിലൊന്നും വലിയ കാര്യമില്ലെന്നൊക്കെ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നുണ്ട്. ഇനി ഷാഫി പറമ്പിലിൻ്റെ PR വർക്ക്. ഷാഫി പറമ്പിൽ ഇപ്പോഴും നിയമത്തിൻ്റെ വഴിക്ക് പോകും, അതുപോലെ അടൂർ പ്രകാശ് രാഹുൽ മാങ്കൂട്ടം നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഡിജിറ്റൽ തെളിവുകൾ കൃത്യമായി നിരത്തപ്പെട്ട കേസാണ്. മുമ്പ് വന്ന ആരോപണങ്ങൾ പോലെയല്ല, വിൻസെൻറ്റിനെതിരെയൊക്കെ വന്ന ആരോപണം പോലെയോ അങ്ങനെയുള്ള ആരോപണങ്ങളല്ല. ഇത് ഡിജിറ്റൽ തെളിവുകൾ, ശബ്ദ സംഭാഷണങ്ങൾ, ചാറ്റുകൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ വച്ചിട്ട് മെഡിക്കൽ റിപ്പോർട്ടുകൾ. നേരത്തെ ക്രൈംബ്രാഞ്ച് തന്നെ ഈ സർക്കാർ ആശുപത്രിയും പെൺകുട്ടി യുവതി ഗർഭചിത്രത്തിന് വിധേയായ സർക്കാർ ആശുപത്രിയും സർക്കാർ ഡോക്ടറെയും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. അങ്ങനെ വിവരങ്ങളൊക്കെ ചേർത്ത് വെച്ച് കൃത്യമായ പരാതിയും നല്ലൊരു FIR-ഉമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത് എടുത്തിരിക്കുന്നത്. അപ്പോഴും സണ്ണി ജോസഫ്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഈ അടൂർ പ്രകാശും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ വെള്ളപൂശി, എന്താണ് അയാളിപ്പോൾ പാർട്ടിക്കാരനല്ലെന്ന് ചില നേതാക്കൾ പറയും, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അനുഭവിക്കുമെന്ന് പറയും, നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്ന് പറയും. അങ്ങനെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ നേതാക്കൾ സ്മൂത്തായി വിടുകയാണ്. കൃത്യമായ നടപടിയെടുക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വൻ വീഴ്ചയാണ് പറ്റിയിട്ടുള്ളത്. ഒരു നേതാവ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിലില്ല, കോൺഗ്രസിന് പുറത്തുള്ള ആളാണ്. പക്ഷേ കോൺഗ്രസ് വേദികളിൽ പ്രചരണം നടത്തുന്നതിനും കോൺഗ്രസിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനും രാഹുൽ വന്നു കഴിഞ്ഞാൽ രാഹുലിനെ മാലയിട്ട് സ്വീകരിക്കുന്ന ആളുകളാണിവർ. അവർ പറയുന്നത് രാഹുൽ കോൺഗ്രസിന് പുറത്തുള്ള ആളുകളാണ്, കോൺഗ്രസിനെ ഇത് ബാധിക്കുകയില്ല. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ നാറിയവനെ ചുമന്നാൽ ചുമന്നവനെ നാറുമെന്ന് പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താനും ഇത് കോൺഗ്രസിൻ്റെ പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞ് വയ്ക്കുന്നുണ്ട്. ഇതെങ്ങനെ കോൺഗ്രസിൻ്റെ പ്രശ്നമല്ലാതെ വരും? കോൺഗ്രസ് നാഴികയ്ക്ക് 40 വട്ടം സർക്കാരിനെതിരെ പറയുന്നത് എന്താണ്? സ്വർണ്ണക്കൊള്ള, ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണം എന്ന് പറഞ്ഞിട്ടാണല്ലോ വോട്ട് പിടിക്കാൻ നടക്കുന്നത്. അതങ്ങനെ സർക്കാരിൻ്റെ തലയിൽ വരും എന്ന് മറുചോദ്യം വോട്ടർമാർ ചോദിച്ചാൽ കോൺഗ്രസ്സുകാർ അതിന് വിശദീകരിച്ച് പറയില്ലേ? സ്വർണ്ണപ്പാളി കൊള്ളയടിച്ചത് പിണറായി വിജയനാണെന്ന് വരെ പറയും. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് മേൽശാന്തി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേറൊരു വാർത്തയിൽ അത് പറയാം. അപ്പോൾ ഈ പറയുന്ന നേതാക്കൾ, കെ സുധാകരനാകട്ടെ, സണ്ണി ജോസഫ് ആകട്ടെ, ഈ അടൂർ പ്രകാശ് ആകട്ടെ, കെ മുരളീധരനാകട്ടെ, ഇവരൊക്കെ പറയുന്നതിനൊന്നും സ്ഥായിയായ നിലനിൽപ്പ് ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പരിധിവരെ ഇവരൊക്കെ കൈയയഞ്ഞ് സഹായിക്കുന്നുണ്ട്, അയാളെ വെള്ളപൂശാൻ ശ്രമിക്കുന്നുമുണ്ട്. ഇനി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് ഈ കോൺഗ്രസിൻ്റെ ദുർഗന്ധം. ഇവരുടെ തലതൊട്ടപ്പനായ VD സതീശൻ അതിനേക്കാൾ വലിയ കുഴപ്പക്കാരൻ. VD സതീശൻ എന്ത് വന്നാലും ആദ്യമേ തന്നെ താൻ മകളെപ്പോലെ നോക്കിയിരുന്ന ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെ പരാതി ഉന്നയിച്ചതെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ രാഹുലിനെ അകറ്റി നിർത്തിയിരുന്നു. VD സതീശൻ അക്കാര്യത്തിൽ ഒരു പരിധിവരെ രാഹുലിനെ തള്ളിപ്പറഞ്ഞു. പിന്നെ പിന്നാമ്പുറത്തു കൂടി രാഹുലിൻ്റെ തോളത്ത് കൈയിട്ടോ എന്ന് നമുക്ക് അറിയുകയുമില്ല. യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും രാഹുലിനെ പിന്തുണയ്ക്കുമ്പോൾ ഈ R ശ്രീലേഖ എന്ന് പറയുന്ന ഒരു IPS ഓഫീസർ ഉണ്ടായിരുന്നു. നമുക്ക് വലിയ ദൃഢതയുള്ള ഒരു IPS ഓഫീസറൊക്കെ ആയിരുന്നു. അവരുടെ ഭർത്താവിനെ RSSകാർ കൊല്ലാൻ വന്നു എന്നൊക്കെ പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ അവർ റിട്ടയർഡ് ആയപ്പോൾ നേരെ പോയി BJP-യിൽ ചേർന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഇലക്ഷന് മത്സരിക്കുന്നുമുണ്ട്. അവർ ഈ അതിജീവിതയെ പരിഹസിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. എന്തുകൊണ്ടാണ് ഈ യുവതി ഇത്രയും കാലം മാളത്തിൽ ഒളിച്ചത്? എന്തുകൊണ്ട് ഇപ്പം മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുന്നു എന്ന തരത്തിലാണ് അവരുടെ ചോദ്യം. മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയാണെന്നും പോലീസിൻ്റെ ഏറ്റവും തലപ്പത്ത് ആഭ്യന്തരമന്ത്രിയാണ് ഉള്ളതെന്നും ഇവർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. ഇവർ IPS ആയിരുന്നു എന്നും പറയുന്നു. മുഖ്യമന്ത്രിക്കല്ല, പോലീസ് സ്റ്റേഷനിലല്ലേ കൊണ്ട് പരാതി കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് ഇവരുടെ വ്യംഗ്യം വെച്ച ചോദ്യം. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രത്യക്ഷത്തിൽ പിന്തുണയ്ക്കുന്ന നടപടിയായി പോയെന്ന് BJP-ക്കാർ തന്നെ പറയുന്നുണ്ട്. ശാസ്തമംഗലം എന്ന് പറയുമ്പോൾ KPCC ഓഫീസൊക്കെ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവിടെയും ചില ചാർച്ചക്കാരൊക്കെ ഈ മുൻ IPS ഉദ്യോഗസ്ഥയ്ക്ക് ഉണ്ടാകാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വെള്ളപൂശി ഒരു സോഷ്യൽ മീഡിയ ഇവർ പോസ്റ്റ് ചെയ്തതെന്നാണ് വിമർശനം ഉയരുന്നത്. എന്ന് KK ശൈലജ അതുപോലെ തന്നെ ഇടതുമുന്നണി നേതാക്കളൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിയമസഭയിൽ രാഹുൽ വന്നിരിക്കുമ്പോൾ, ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ വന്നിരിക്കുമ്പോൾ അത് വലിയ നാണക്കേടാണ്. അപ്പോൾ പറയും നിങ്ങളുടെ മുകേഷിന് അങ്ങനെ പ്രശ്നമില്ലെന്ന് ചോദിക്കും. മുകേഷിൻ്റെ പ്രശ്നമൊക്കെ വേറൊരു തലത്തിൽ നിൽക്കുന്നതാണ്. സിനിമാ സെറ്റിൽ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറയുന്നതാണ്.
അതിനൊന്നും തെളിവുകളോ ഇമാതിരിയുള്ള പ്രചരണമോ അല്ല, ഇമാതിരിയുള്ള ആരോപണങ്ങളോ അല്ല മുകേഷിനെതിരെയൊക്കെ ഉയരുന്നത്. അതുകൊണ്ട് മുകേഷിനെയും പാർട്ടി കൃത്യമൊരു ലൈനിലാണ് നിർത്തിയിരിക്കുന്നത്. പാർട്ടി അകത്തേക്ക് അത്ര വലിയ സുസ്വാഗതമൊന്നും മുകേഷിനോടും പറഞ്ഞതായി നമ്മൾ കാണുന്നില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് വന്ന് നിയമസഭയിൽ കയറിയിരിക്കുന്നത് വളരെ മോശമാണെന്ന അഭിപ്രായമാണ് കെ ശൈലജ പങ്കെടുക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്രതികരണങ്ങളുടെ ഒരു സ്വഭാവ രീതിയാണ്. നാറിയവനെ ചുമന്നാൽ ചുമന്നവൻ നാറും എന്നതാണ് ഏറ്റവും വലിയ സംഭവം. അത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു വെച്ചതാണ്. കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനിയും പിന്തുണച്ച് അയാളെ സപ്പോർട്ട് ചെയ്യാൻ പോയാൽ നാറിക്കൊണ്ടേയിരിക്കും, അതിനകത്ത് തർക്കമില്ല. ശാസ്തമംഗലത്ത് ആർ ശ്രീലേഖ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചതോടുകൂടി അവരുടെ വോട്ട് റേറ്റിംഗ് വളരെ പിന്നാക്കം തള്ളിവിടുകയും ചെയ്തു. അത് BJP-ക്കാർക്കും പരാതി ഉണ്ട് എന്നതാണ് വാസ്തവം.